നമസ്കാരം. ISROയിൽ എന്താണ് നടക്കുന്നത് എന്നറിയാൻ അജിത് ഡോവലിനെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് അയച്ചിട്ട് ഒരു മാസമേ കഴിഞ്ഞതേ ഉള്ളൂ. ഇതാ വലിയ ആശങ്ക ഉയർത്തുന്ന ISRO ബന്ധമുള്ള മറ്റൊന്നുകൂടി സംഭവിച്ചിരിക്കുകയാണ് ബഹിരാകാശ മേഖലയിൽ. അതായത് ഇന്ത്യയുടെ തദ്ദേശ നാവിഗേഷൻ സംവിധാനം ഔദ്യോഗികമായി പ്രവർത്തനരഹിതമായി എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. 2026 മാർച്ച് 13 കണക്കനുസരിച്ച് നാവിക് ഉപഗ്രഹ ശൃംഖലയിലെ സജീവ ഉപഗ്രഹങ്ങളുടെ എണ്ണം 3 കുറഞ്ഞിരിക്കുകയാണ്. ഒരു നാവിഗേഷൻ സംവിധാനം പ്രവർത്തിപ്പിക്കാൻ കുറഞ്ഞത് 4 ഉപഗ്രഹങ്ങളെങ്കിലും ആവശ്യമാണ്. ഈ പരിധിക്ക് താഴെ പോയതോടെ ഇന്ത്യയുടെ അഭിമാനകരമായ ഈ പദ്ധതി പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഒരു ഉപഗ്രഹ ശൃംഖല മുഴുവനായി പ്രവർത്തനരഹിതമാകാൻ കാരണമായ സംഭവങ്ങളുടെ കാലക്രമേണ ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാവും. അതായത് 1999 കാർഗിൽ യുദ്ധസമയത്ത് ഇന്ത്യൻ സായുധ സേനയ്ക്ക് അമേരിക്കയുടെ GPS സേവനം ഉപയോഗിക്കാൻ അനുമതി നിഷേധിക്കപ്പെട്ടതിനെ തുടർന്നാണ് സ്വന്തമായി ഒരു നാവിഗേഷൻ സംവിധാനം വികസിപ്പിക്കാൻ ഇന്ത്യ തീരുമാനിച്ചത്. ഇതാണ് പിന്നീട് നാവിക് എന്ന് അറിയപ്പെടുന്നത്. 1ാം തലമുറയും വെല്ലുവിളികളും ഈ സംവിധാനത്തിലെ ആദ്യ ഉപഗ്രഹമായ IRNSS-1A 2013 ഇന്ത്യ വിക്ഷേപിച്ചു. 2018 1ാം തലമുറയിൽപ്പെട്ട 9 ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കപ്പെട്ടു. ഇതിൽ IRNSS-1H എന്ന ഉപഗ്രഹം വിക്ഷേപണ സമയത്ത് റോക്കറ്റിന്റെ കവചം വേർപെടാതിരുന്നതിനാൽ ആ മിഷൻ പരാജയപ്പെട്ടു. അറ്റോമിക് ക്ലോക്കുകളിലെ തകരാർ നാവിഗേഷൻ ഉപഗ്രഹങ്ങൾക്ക് സമയം കൃത്യമായി കണക്കാക്കാൻ അതീവ സൂക്ഷ്മതയുള്ള അറ്റോമിക് ക്ലോക്കുകൾ ആവശ്യമാണ്. സ്വിസ് കമ്പനിയായ സ്പെക്ട്രാടൈമിൽ നിന്നുള്ള 3 റുബീഡിയം അറ്റോമിക് ക്ലോക്കുകളാണ് ആദ്യ തലമുറ ഉപഗ്രഹങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ 2016 മുതൽ ഈ ക്ലോക്കുകൾ അപ്രതീക്ഷിതമായി പരാജയപ്പെടാൻ തുടങ്ങി. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ക്ലോക്കുകളെല്ലാം പ്രവർത്തനരഹിതമായതോടെ 5 IRNSS ഉപഗ്രഹങ്ങൾ പൂർണ്ണമായും ഉപയോഗശൂന്യമായി മാറുന്നൊരവസ്ഥയാണ് ഉണ്ടായത്. 2ാം തലമുറയും നിലവിലെ അവസ്ഥയും ആദ്യ തലമുറയിലെ പാഠങ്ങൾ ഉൾക്കൊണ്ട് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച അറ്റോമിക് ക്ലോക്കുകൾ ഉപയോഗിച്ച് 2ാമത്തെ തലമുറ ISRO വികസിപ്പിച്ചു. അങ്ങനെ 2023 2ാം തലമുറയിലെ ആദ്യ ഉപഗ്രഹമായ NVS-1 വിജയകരമായി വിക്ഷേപിക്കാൻ ISROയ്ക്ക് കഴിഞ്ഞു. അക്കാലത്ത് IRNSS-1B, IRNSS-1F, IRNSS-1L, NVS-01 എന്നീ 4 ഉപഗ്രഹങ്ങളാണ് സജീവമായിരുന്നത്. ഇത് പ്രവർത്തനക്ഷമതയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ പരിധിയായിരുന്നു. ഇതിൽ IRNSS-1Fലെ 3 ക്ലോക്കുകളിൽ 2 നേരത്തെ തന്നെ തകരാറിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവസാനത്തെ ക്ലോക്കും കൂടി പരാജയപ്പെട്ടാൽ മുഴുവൻ സിസ്റ്റവും നിലയ്ക്കുമെന്ന അവസ്ഥയായിരുന്നു. തുടർച്ചയായ പരാജയങ്ങളിൽ 2025 സിസ്റ്റത്തിന്റെ ഭാരം കുറയ്ക്കാൻ NVS-2 വിക്ഷേപിച്ചുവെങ്കിലും ഉപഗ്രഹത്തിന്റെ പ്രൊപ്പൽഷൻ സിസ്റ്റത്തിലെ വാൾവ് തകരാറിലായതിനാൽ അതിന് നിശ്ചിത ഭ്രമണപഥത്തിൽ എത്താൻ കഴിഞ്ഞില്ല. കണക്ടറുകളിലെ പിന്നുകൾ വേർപെട്ടതാണ് ഈ തകരാറിന് കാരണമെന്ന് ISRO പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. ഇതിനെ തുടർന്ന് ISROയുടെ വിശ്വസ്ത റോക്കറ്റായ PSLVയുടെ വിക്ഷേപണങ്ങളിൽ തുടർച്ചയായി പരാജയങ്ങൾ ഉണ്ടായതോടെ 3 മാസത്തേക്കാണ് വിക്ഷേപണങ്ങൾ നിർത്തിവെച്ചത്. ഒടുവിൽ 2026 മാർച്ച് 13 IRNSS-1Fലെ പ്രവർത്തനക്ഷമമായിരുന്ന അവസാന അറ്റോമിക് ക്ലോക്കും പരാജയപ്പെട്ടു. ഇതോടെ സജീവ ഉപഗ്രഹങ്ങളുടെ എണ്ണം 3 ചുരുങ്ങുകയും ഇന്ത്യയുടെ തദ്ദേശ നാവിഗേഷൻ സംവിധാനമായ നാവിക് പൂർണ്ണമായും നിശ്ചലമാക്കുകയും ചെയ്തു. എന്തോ ഒരു വലിയൊരു പ്രശ്നം ISROയെ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. അതാണ് യാഥാർത്ഥ്യം. അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി അജിത് ഡോവലിനെ തിരുവനന്തപുരത്ത് VSSയിലേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതിന് ഒരു വിക്ഷേപണവും നടത്തണ്ട എന്ന് കേന്ദ്ര മന്ത്രാലയത്തിന്റെ നിർദ്ദേശവും വന്നിട്ടുണ്ടായിരുന്നു. കാരണം ISROയിലും VSSയിലടക്കം ചാരന്മാർ ഉണ്ട് എന്ന സംശയം നരേന്ദ്രമോദിക്കും അജിത് ഡോവലിനും ഈ അന്വേഷിച്ച പുറത്തുനിന്ന് മുൻ ISRO മേധാവി ഉൾപ്പെടുന്ന ഒരു വിദഗ്ധ ടീം അന്വേഷിച്ചപ്പോൾ അവർക്ക് തന്നെ മനസ്സിലായി എന്തോ ഒരു മാൽ പ്രാക്ടീസ് ISROയിൽ നടക്കുന്നുണ്ട് എന്ന്. അതിനെപ്പറ്റിയുള്ള അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഈ മാസം തന്നെ ഒരു വിക്ഷേപണം നടത്താനുള്ള ഒരു നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകിയത്. അവിടെയും പരാജയപ്പെട്ടതോടുകൂടി ഇനി എല്ലാം അടങ്ങിക്കൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഇനിയിപ്പോൾ കേന്ദ്ര സർക്കാർ നടത്താൻ പോകുന്നത്.